നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള കോൺഗ്രസ് എം ഇടതിനൊപ്പമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ വജ്ര ജൂബിലി വർഷത്തിൽ 7ാമത് സംസ്ഥാന കലാമേള ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ ജനുവരി 17-18 തീയതികളിലായി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സെന്റ് ജോർജ് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആരംഭിച്ചിട്ടുള്ള വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ നടത്തിപ്പിനാവശ്യമായ ധനശേഖരണാർത്ഥം ചായ് കാർണിവൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തോട്ടം മേഖല പൊങ്കൽ ആഘോഷത്തിൽ 4 ദിവസം നീളുന്ന ആഘോഷത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. ഇടുക്കിയിൽ തമിഴ് വംശർ കൂടുതലായി താമസിക്കുന്ന ഏലപ്പാറ, പാമ്പനാർ, വണ്ടിപ്പെരിയ പ്രദേശത്തെ തോട്ടം മേഖലയിലാണ് പൊങ്കൽ ആഘോഷമാക്കുന്നത്. തൊടുപുഴ വണ്ണപ്പുറ റൂട്ടിൽ വണ്ടമറ്റം പാലത്തിന്റെ കൽക്കെട്ടിന്റെ ചുവടിളകിയ നിലയിലെന്ന് പരാതി. വാർത്തകൾ വിശദമായി. കേരള കോൺഗ്രസ് എം ഇടതിനൊപ്പമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച് പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി. LDF-നൊപ്പമാണ് കേരള കോൺഗ്രസ് എം എന്ന നിലപാടിൽ മാറ്റമില്ല. തദ്ദേശ ഫലം കണ്ടുകൊണ്ട് മുന്നണി മാറാനില്ല. മുന്നണി മാറ്റ ചർച്ചകൾക്ക് പ്രസക്തിയില്ല. കേരള കോൺഗ്രസിൽ ഭിന്നതയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. മുന്നണി മാറ്റത്തെക്കുറിച്ച് ആരാണ് ചർച്ച നടത്തിയതെന്നും ജോസ് കെ മാണി ചോദിച്ചു. എല്ലാ ദിവസവും നിലപാട് വിശദീകരിക്കേണ്ടതില്ലെന്നും പലയിടങ്ങളിൽ നിന്നും ക്ഷണം വരുന്നുണ്ടെന്നും കേരള കോൺഗ്രസ് എവിടെയോ അവിടെ ഭരണമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ ചർച്ചയാകുന്നതിനിടെയാണ് കേരള കോൺഗ്രസ് എം ചെയർമാൻ നിലപാട് വ്യക്തമാക്കിയത്. ഏറ്റവും അടുത്ത സുഹൃത്ത് ICUവില് ക്രിട്ടിക്കലായിട്ട് കിടക്കുന്നു. അദ്ദേഹത്തിനെ കാണാൻ ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് അവിടെ പോയി. അപ്പോൾ ഈ പറയുന്ന ഇടതുപക്ഷത്തിന്റെ ആ ചടങ്ങിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ വരുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഞാനത് അറിയിക്കുകയും മുഖ്യമന്ത്രിയെ ഞാൻ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല 5 കേരള കോൺഗ്രസ് പാർട്ടിയുടെ 5 MLA-മാരും അവിടെ പോവുകയുണ്ടായി. അവിടെ പോയി അതിൽ പങ്കെടുത്തു. മുഴുവൻ MLA-മാരും പങ്കെടുത്തു. അപ്പോൾ ഞാൻ എവിടെയെങ്കിലും അങ്ങനെ പോകുമ്പോൾ അത് മുഴുവൻ മാധ്യമങ്ങളെ അറിയിച്ച് അല്ലെങ്കിൽ പബ്ലിക്കെ അറിയിച്ച് പോകണമെന്ന് അതെനിക്ക് സാധിക്കുന്നതല്ല. അപ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. അതിനകത്ത് കേരള കോൺഗ്രസ് എം എവിടെയുണ്ടോ അവിടെ ഭരണം ഉണ്ടാവും എന്നുള്ളതിന് വളരെ വ്യക്തമാണ്, അല്ലേ? അത് തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എടുത്ത നിലപാട് ഞാൻ എത്രയോ ഘട്ടത്തിൽ പറഞ്ഞു. കേരള കോൺഗ്രസിന് ഒറ്റ നിലപാടേ ഉള്ളൂ. ആ നിലപാട് ഇടതുപക്ഷത്തിനോടൊപ്പമാണ് എന്ന് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ദിവസവും രാവിലെ വന്ന മാധ്യമങ്ങളോട് എനിക്ക് പറയാൻ പറ്റുമോ? ഓരോ പ്രാവശ്യവും ആരെങ്കിലും ഒരാൾ അയ്യോ കേരള കോൺഗ്രസ് അതിന്റെ വിടുന്നു, കേരള കോൺഗ്രസ് അപ്പുറത്ത് ചർച്ച നടത്തുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എല്ലാ ദിവസവും വന്ന് ഞാൻ ഇവിടെയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് പറ്റുമോ? ഇല്ല. കേരള കോൺഗ്രസിന്റെ നിലപാട് ഉറച്ചതാണ്, യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഇപ്പൊ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ 110 സീറ്റുകളിൽ ഭൂരിപക്ഷം UDF-നുണ്ടായിരുന്നു. നിയമസഭാ മണ്ഡലങ്ങൾ ഇപ്പൊ അത് 80 അപ്പൊ തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്ക മറ്റു സ്ഥലങ്ങളിൽ ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് മാറി ഇങ്ങോട്ട് മാറി എന്നുള്ള ചർച്ചയ്ക്ക് എന്താണ് പ്രസക്തി? ഒരു പ്രസക്തിയില്ല. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ വജ്ര ജൂബിലി വർഷത്തിൽ 7ാമത് സംസ്ഥാന കലാമേള ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ സംഘടിപ്പിക്കും. ജനുവരി 17-18 തീയതികളിലായി തൊടുപുഴ അല്ലസർ കോളേജിൽ വെച്ചാണ് കലാമേള നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചലച്ചിത്ര താരം അനാർക്കലി മരയ്ക്കാർ ഉദ്ഘാടനം നിർവഹിക്കും. തുടർന്ന് വിവിധ മത്സരങ്ങൾ നടക്കും. 18-ന് ഉച്ചകഴിഞ്ഞ് 3-ന് നടക്കുന്ന സമാപന സമ്മേളനം KP മേരി ഉദ്ഘാടനം ചെയ്യും. സിനിമാ സംവിധായകൻ മിഥുൻ മാനുവൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കും. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് മത്സരങ്ങൾ നടത്തുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ 7ാമത് സംസ്ഥാന കലാമേള 17-18 തീയതികളിൽ തൊടുപുഴ അല്ലസർ കോളേജിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംഘടന രൂപം കൊണ്ട് 60 വർഷം തികയുന്ന വജ്ര ജൂബിലി വർഷത്തിൽ നടക്കുന്ന കലാമേള 17-ന് രാവിലെ 9-ന് ചലച്ചിത്ര താരം അനാർക്കലി മരയ്ക്കാർ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നടത്തിയ മത്സരങ്ങളിൽ നിന്ന് വിജയികളായ 1000-ഓളം പേർ കലോത്സവത്തിൽ പങ്കെടുക്കും. ഉദ്ഘാടന യോഗത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ SR മോഹനചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന ജനറൽ സെക്രട്ടറി M ഷാജഹാൻ സ്വാഗതം ആശംസിക്കും. ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV വർഗീസ്, സംഘാടക സമിതി ചെയർപേഴ്സൺ KP മേരി, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ, KGOA സംസ്ഥാന ട്രഷറർ A ബിന്ദു എന്നിവർ സംസാരിക്കും.
18 പകൽ 3 നടക്കുന്ന സമാപന സമ്മേളനം KP മേരി ഉദ്ഘാടനം ചെയ്യും. SR മോഹനചന്ദ്രൻ അധ്യക്ഷത വഹിക്കും. സിനിമാ സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് മുഖ്യാതിഥിയാകും. ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചാണ് മത്സരങ്ങൾ നടത്തുന്നത്. ഗസറ്റഡ് ഓഫീസർ അസോസിയേഷൻ്റെ സംസ്ഥാന കലാമേള ഈ വർഷം ഇടുക്കി തൊടുപുഴയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ജനുവരി മാസം 17-18 തീയതികളിൽ അല്ലസർ കോളേജിൽ വെച്ച് നമ്മുടെ ഈ കലാമേള നടക്കുകയാണ്. 7ാമത് കലാമേളയാണ് ഈ വർഷം ഇവിടെ വെച്ച് സംഘടിപ്പിക്കുന്നത്. ആദ്യമായിട്ടാണ് ഇടുക്കി ജില്ല ഈ കലാമേളയ്ക്ക് ആതിഥ്യം അരുളുന്നത്. ഏതാണ്ട് 1000-ഓളം കലാകാരന്മാർ നമ്മുടെ വിവിധ ജില്ലകളിൽ നടത്തിയിട്ടുള്ള കലാമത്സരങ്ങളിൽ ജില്ലാതല കലാമത്സരങ്ങളിൽ വിജയിച്ചു വരുന്ന 1000-ഓളം കലാകാരന്മാരും കലാകാരികളുമാണ് ഈ വിവിധ മത്സരങ്ങളിലായിട്ട് പങ്കെടുക്കുന്നത്. എല്ലാ മത്സരങ്ങളും സാഹിത്യ മത്സരങ്ങളും അതുപോലെ സ്റ്റേജ് ഇനങ്ങളും ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക്കുകളും നാടകവും ഒക്കെ അടക്കമുള്ള 32ഓളം ഇനങ്ങളിലാണ് ഈ മത്സരങ്ങൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. വളരെ ഉന്നത നിലവാരം പുലർത്തുന്ന ഒരു കലാമത്സരങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി നടക്കുന്നത്. ഈ വർഷത്തെ കലാമേളയുടെ പ്രത്യേകത സംഘടന രൂപം കൊണ്ടതിന് ശേഷം 60 വർഷം തികയുന്ന വർഷമാണ് 2026 എന്ന് പറയുന്നത്. ഈ 2026 കലാമേളയുടെ ഭാഗമായി നമ്മൾ ഈ ലൈഫ് ഭവന പദ്ധതി നമുക്കറിയാമല്ലോ, ഗവൺമെൻറ് 5 ലക്ഷത്തോളം വീടുകൾ നിർമ്മിച്ച് നൽകിയിട്ടുണ്ട്. അതിന് പിന്തുണ നൽകുന്ന രീതിയിൽ ഈ 60ാം വർഷം 60 വീടുകളിലേക്ക് നിർമ്മിച്ച് നൽകുന്ന പ്രവർത്തനത്തിലേക്ക് സംഘടന കടക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം വരെ 54 വീടുകൾ സംഘടന പൂർത്തീകരിച്ചു. ഈ വർഷം വജ്രജൂബിലിയുടെ ഭാഗമായിട്ട് 6 വീടുകൾ കൂടെ നിർമ്മിച്ചുകൊണ്ട് 60ാമത്തെ വീടിലേക്ക് സംഘടന നിർമ്മിച്ച് നൽകുകയാണ്. അത് സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളെ കണ്ടെത്തി ആണ് ആ വീട് നിർമ്മാണം നടത്തുന്നത്. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ജനറൽ കൺവീനർ JNP വിജയൻ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മുഹമ്മദ് ഫൈസൽ, PS അബ്ദുൾ സമദ്, ഡോക്ടർ ബോബി പോൾ, ഷെല്ലി ജെയിംസ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ നടത്തിപ്പിനാവശ്യമായ തുക കണ്ടെത്തുന്നതിനായി രൂപീകരിച്ചിരിക്കുന്ന സംഘടനയായ വാഴക്കുളം ഡയാലിസിസ് ക്ലബിന്റെ പ്രചരണാർത്ഥവും ധനശേഖരണാർത്ഥവും ചായ് കാർണിവൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാഴക്കുളത്ത് വെച്ച് ജനുവരി 15, 16, 17 തീയതികളിലായാണ് ചായ് കാർണിവൽ നടത്തുന്നത്. 15-ന് വൈകിട്ട് 4:30-ന് ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA ഉദ്ഘാടനം ചെയ്യും. ചായ് കാർണിവലിനോട് അനുബന്ധിച്ച് ഫുഡ് സ്ട്രീറ്റ്, മ്യൂസിക് ബാൻഡ്, മാജിക് ഷോ, പഞ്ചഗുസ്തി മത്സരം, ഗാനമേള തുടങ്ങിയവ ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സെന്റ് ജോർജ് ആശുപത്രിയുടെയും സംയുക്ത സംരംഭമായ വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്റർ 2025 ഒക്ടോബർ 3-ാം തീയതി നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്ത് നാടിന് സമർപ്പിച്ചിരുന്നു. സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ ദൈനംദിന നടത്തിപ്പിനായി പ്രതിമാസം 4 ലക്ഷം രൂപയോളം ചെലവ് വരുന്നു. പൂർണ്ണമായും സൗജന്യമായി ഡയാലിസിസ് ചെയ്ത് നൽകുന്ന സെന്ററിൽ ഇതിനോടകം സെക്കൻഡ് ഷിഫ്റ്റും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഒരു വർഷത്തിൽ 6300-ഓളം ഡയാലിസിസ് ചെയ്ത് നൽകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സെന്റർ മുന്നോട്ട് പോകുന്നത്. അതിനുള്ള തുക കണ്ടെത്തുന്നതിനായി കേരളത്തിലെ ആദ്യത്തെ ഡയാലിസിസ് ക്ലബ്ബ് രൂപീകരിച്ചാണ് വാഴക്കുളം ഡയാലിസിസ് സെന്റർ മുന്നോട്ട് പോകുന്നത്. വാഴക്കുളം ഡയാലിസിസ് ക്ലബിന്റെ പ്രചരണാർത്ഥവും ധനശേഖരണാർത്ഥവുമാണ് ജനുവരി 15, 16, 17 തീയതികളിൽ വൈകിട്ട് 4 മണി മുതൽ രാത്രി 10 മണി വരെ ചായ് കാർണിവൽ സംഘടിപ്പിക്കുന്നത്. ഈ ഡയാലിസിന് വേണ്ടിയിട്ട് രോഗികൾ അവിടേക്ക് കടന്നു വരുമ്പോൾ നമ്മളൊരു സെലക്ഷൻ നടത്തുന്നുണ്ട്. ആ സെലക്ഷൻ എന്ന് പറയുന്നത് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിൽ ഉള്ള ആളുകൾ ആണ് എന്നുള്ളതാണ് ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് നയമാകുന്നത്. രണ്ടാമത് ആ പ്രദേശവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതാണ്ട് 5ഓളം പഞ്ചായത്തുകളിലുള്ള ആളുകളെ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് ഉദ്ദേശിക്കുന്നു. അങ്ങനെ കഴിയുമ്പോൾ സാമ്പത്തിക സഹായ പിന്തുണത്തോടു കൂടി നടത്താനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് സാധാരണക്കാരായ ആളുകളിൽ നിന്ന് ഇതുപോലുള്ള സംഭാവനകൾ സ്വീകരിച്ച് പൂർണ്ണമായ സൗജന്യമായൊരു പദ്ധതിയായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത്. 2 മാസത്തെ പിന്നിട്ടിരിക്കുന്നു. 2ാമത്തെ സ്റ്റേജിലേക്ക് കടന്നിരിക്കുന്നു. കടന്നു വരുന്ന എല്ലാവർക്കും സൗജന്യമായിട്ട് നൽകാനുള്ള ഒരു സംവിധാനമാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ജനുവരി 15, 16, 17 തീയതികളിൽ വാഴക്കുളത്ത് ചായ് കാർണിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചായ് കാർണിവൽ എന്ന് പറയുമ്പോൾ ചായകൾ മാത്രമല്ല, ഒരു ഫുഡ് സ്ട്രീറ്റ് തന്നെ ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. നിരവധി കലാപരിപാടികളൊക്കെ അതിനോടൊപ്പം സംഘടിപ്പിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം സൗജന്യ ഡയാലിസിസ് സെന്ററിൽ നിർദ്ധരായ രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്ന ചെലവിലേക്ക് എടുക്കാം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിത് ചെയ്തിട്ടുള്ളത്. ഈ വാഴക്കുളം സെന്റ് ജോർജ് ആശുപത്രിയിൽ ആരംഭിച്ചിട്ടുള്ള ഡയാലിസിസ് സെന്റർ വാഴക്കുളം സെന്റ് ജോർജ് ഹോസ്പിറ്റലും വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു പദ്ധതിയാണ്. അത് ഇതിനോടകം വളരെ നല്ല രീതിയിൽ പൂർത്തീകരിച്ച് ഏതാണ്ട് 250ഓളം ഡയാലിസിസ് നമ്മളിപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. 15-ാം തീയതി വൈകിട്ട് 4:30-ന്
ഡോക്ടർ മാത്യു കുഴൽനാടൻ MLA കാർണിവൽ ഉദ്ഘാടനം ചെയ്യും. കാർണിവലിനോടനുബന്ധിച്ച് കലാപരിപാടികളും ഫുഡ് സ്ട്രീറ്റും ഒരുക്കിയിട്ടുണ്ട്. ഫുഡ് സ്ട്രീറ്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ഡയാലിസിസ് സെന്ററിലെ രോഗികൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ചായ് കാർണിവൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. 15-ന് കൊച്ചി ജെയിൻ യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന മ്യൂസിക് ബാൻഡ്, 16-ന് മാജിക് വിഷൻ അവതരിപ്പിക്കുന്ന മാജിക് ഷോ, പഞ്ചഗുസ്തി മത്സരം, 17-ന് പ്രശസ്ത പിന്നണി ഗായകൻ റഷീദ് മുഹമ്മദ് നയിക്കുന്ന ഗാനമേള, നൃത്തസന്ധ്യ തുടങ്ങിയ വിവിധ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. വാഴക്കുളം സെന്റ് ജോർജ് ഹോസ്പിറ്റലിലെ ഡയറക്ടറും സെന്റ് ജോർജ് ഫൊറോനപ്പള്ളി വികാരിയുമായ ഫാദർ ജോർജ് പൊട്ടയ്ക്കൽ, വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ സിജു സെബാസ്റ്റ്യൻ, സെക്രട്ടറി ജോണി മെതിപ്പാറ, ട്രഷറർ സാജു ടി ജോസ്, വാഴക്കുളം മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടോമി തോമസ് എന്നിവർ തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തോട്ടം മേഖല പൊങ്കൽ ആഘോഷത്തിൽ 4 ദിവസം നീളുന്ന ആഘോഷത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. ഓരോ ദിവസങ്ങൾക്കും വ്യത്യസ്ത ചടങ്ങുകളും വിശ്വാസവുമാണുള്ളത്. ഇടുക്കിയിൽ തമിഴ് വംശജർ കൂടുതലായി താമസിക്കുന്ന ഏലപ്പാറ, പാമ്പനാർ, വണ്ടിപ്പെരിയാർ പ്രദേശത്തെ തോട്ടം മേഖലയിലാണ് പൊങ്കൽ ആഘോഷമാക്കുന്നത്. പൊങ്കൽ ആഘോഷങ്ങളുടെ പ്രധാന ഇനം കരിമ്പാണ്. തമിഴ്നാട്ടിൽ നിന്ന് വലിയ തോതിൽ കരിമ്പുകൾ വിപണിയിൽ എത്തിക്കഴിഞ്ഞു. ദ്രാവിഡരുടെ വിളവെടുപ്പ് ഉത്സവമായ പൊങ്കൽ ആഘോഷത്തിമിർപ്പിലാണ് തോട്ടമേഖല. 4 ദിവസം നീളുന്ന ആഘോഷത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. തമിഴ് വംശജർ കൂടുതലായി താമസിക്കുന്ന ഏലപ്പാറ, പാമ്പനോർ, വണ്ടിപ്പെരിയാർ പ്രദേശത്തെ തോട്ടമേഖലയിലാണ് പൊങ്കൽ ആഘോഷമാകുന്നത്. തമിഴ് മാസമായ മാർഗഴി അവസാന ദിവസം തുടങ്ങി തൈമാസം 3 വരെയാണ് പൊങ്കൽ ദിനങ്ങൾ. ഓരോ ദിവസങ്ങൾക്കും വ്യത്യസ്ത ചടങ്ങുകളും വിശ്വാസവുമാണുള്ളത്. വീടുകൾ വൃത്തിയാക്കി അലങ്കരിച്ചും പ്രധാന വാതിലിൽ കാപ്പ് കെട്ടി കോലങ്ങൾ വരച്ചുമാണ് ആഘോഷങ്ങൾ ആരംഭിക്കുന്നത്. പൊങ്കൽ ആഘോഷങ്ങളുടെ പ്രധാന ഇനം കരിമ്പാണ്. തമിഴ്നാട്ടിൽ നിന്ന് വലിയ തോതിൽ കരിമ്പുകൾ വിപണിയിൽ എത്തിക്കഴിഞ്ഞു. മാർഗഴി മാസത്തിന്റെ അവസാന ദിവസമാണ് ഭോഗി എന്നറിയപ്പെടുന്നത്. ഈ ദിവസം നല്ല വിളകെട്ടാൻ അനുയോജ്യമായ കാലാവസ്ഥ നൽകിയ സൂര്യഭഗവാന് നന്ദി അറിയിക്കുകയും വരും വർഷത്തെ വിളവെടുപ്പ് നന്നാവണമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും. വീട്ടിലുള്ള പഴയ സാധനങ്ങൾ ചാണകവും തടിയും ഉപയോഗിച്ച് കത്തിക്കുന്നതോടെ ഭോഗി ദിനം അവസാനിക്കും. പ്രധാന ആഘോഷമായ തൈപ്പൊങ്കൽ തൈമാസം 1-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്. തൈപ്പൊങ്കൽ ദിവസം പ്രത്യേക പൂജകളുണ്ടാകും. മുറ്റത്ത് വർണ്ണാഭമായ കോലമൊരുക്കും. കോലത്തിന് സമീപം അടുപ്പുകൂട്ടി അരി പാലിൽ വേവിക്കും. അരി, കരിമ്പ്, പഴം, നാളികേരം എന്നിവ സൂര്യന് സമർപ്പിക്കും. വീട്ടുകാർ പുത്തൻ വസ്ത്രങ്ങൾ ധരിക്കുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യും. 3-ാം ദിനം മാട്ടുപൊങ്കലാണ്. മാട്ടുപൊങ്കലിന് കന്നുകാലികളെ കുളിപ്പിച്ച് ഭസ്മവും വർണ്ണപ്പൊടികളും അണിയിച്ച് അലങ്കരിച്ച് പൂജകൾ നടത്തും. ഭഗവാൻ ശിവൻ തന്റെ വാഹനമായ നന്ദിയെ ശപിച്ചുവെന്നും തുടർന്ന് നന്ദി ഭൂമിയിലെത്തി കർഷകരെ നിലമുഴാൻ സഹായിച്ചുവെന്നും വിശ്വാസമുണ്ട്. ജല്ലിക്കെട്ട് നടക്കുന്നതും ഈ ദിവസമാണ്. 4-ാം ദിവസം കാണും പൊങ്കൽ എന്ന ആഘോഷമാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒത്തുകൂടുകയും സമ്മാനങ്ങൾ കൈമാറുകയും ചെയ്യുന്ന ദിവസമാണിത്. തമിഴ് പുതുവർഷാരംഭം കൂടിയാണ് പൊങ്കൽ. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ. തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിൽ വണ്ടമറ്റം പാലത്തിന്റെ കൽക്കെട്ടിന്റെ ചുവടിളക്കിയ നിലയിൽ. ദിവസേന നിരവധി ഭാരവാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിലെ ഈ അപകട സാധ്യതയെക്കുറിച്ച് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടി ഉണ്ടായില്ല എന്ന് പ്രദേശവാസികൾ പ്രതികരിച്ചു. തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിൽ വണ്ടമറ്റം പാലത്തിന്റെ കൽക്കെട്ടിന്റെ ചുവട് ഇളകിയ നിലയിൽ. ദിവസേന നിരവധി ഭാരവാഹനങ്ങൾ കടന്നുപോകുന്ന പാലത്തിലെ ഈ അപകട സാധ്യതയെക്കുറിച്ച് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടി ഉണ്ടായില്ല എന്ന് പ്രദേശവാസികൾ പ്രതികരിച്ചു. തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിലെ വണ്ടമറ്റം പാലം അടി ഇടിഞ്ഞിരിക്കുകയാണ്. കെട്ടിന്റെ അടി അധികൃതർ ഉടനെ ഇടപെട്ടില്ലെങ്കിൽ പാലം പോകാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പഞ്ചായത്ത് ചെയ്യാമെന്ന് ജയിക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് അവിടുന്ന് പെർമിഷൻ അവർ പറഞ്ഞത്. ഇത് പാലത്തിൻ്റെ പരിപാടി PWക്കാരെ ചെയ്യാൻ പറ്റിയായിരുന്നു. പഞ്ചായത്തിൽ നിന്ന് അവരെ അറിയിച്ചാണ്. ഇതിൽ ഒരു 10,500 രൂപ തീരാവുന്ന കേസുണ്ടാകുന്നത്. ചെയ്യുമില്ല, ചെയ്യിക്കുമില്ല. എന്തൊരു ഭരണം. തൂണില്ലാത്ത പാലമാണ്. ഈ കെട്ടയിലാണ് ആ പാലം നിൽക്കുന്നത്. ആ കെട്ടിൻ്റെ കല്ലാണ് ഇളകിയേക്കുന്നത്. കെട്ടിൻ്റെ അടിയാണ് ഇളകിയിരിക്കുന്നത്. 10 കല്ലും കയറ്റി വെച്ച് ഒരിയാൾക്ക് സിമെൻറ്റോ കോൺക്രീറ്റോ തീരാവുന്ന പ്രശ്നമുള്ളൂ. അത് ചെയ്യുക. 5 വർഷമായിട്ട് ഇവരെ അറിയിച്ചുകൊണ്ടിരിക്കണം. ആരും വന്ന് നോക്കുന്നുള്ളൂ. തൊടുപുഴ വണ്ണപ്പുറം റൂട്ടിൽ വണ്ടമറ്റം പാലത്തിന്റെ കൽക്കെട്ടിന്റെ ചുവട് ഇളകിയ നിലയിലായിട്ട് മാസങ്ങൾ പിന്നിട്ടു. ഓരോ ദിവസവും കെട്ടിലെ കല്ലുകൾ തോട്ടിലേക്ക് അടർന്നു വീഴുന്ന അവസ്ഥയാണ്. ദിവസേന നിരവധി ഭാരവാഹനങ്ങൾ കടന്നുപോകുന്ന ഈ പാലത്തിലെ അപകട സാധ്യതയെക്കുറിച്ച് പലവട്ടം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല എന്ന് പ്രദേശവാസികൾ പ്രതികരിച്ചു. മോഹൻലാൽ തരുൺമൂർത്തി ചിത്രം തൊടുപുഴയിൽ ഉടൻ ചിത്രീകരണം ആരംഭിക്കും. പടത്തിനുള്ള സെറ്റിന്റെ നിർമ്മാണം തൊടുപുഴയിൽ പുരോഗമിക്കുന്നു. പോലീസ് സ്റ്റേഷന്റെ മാതൃകയിലാണ് പണികൾ നടക്കുന്നത്. മലയാള സിനിമയുടെ ഭാഗ്യ ലൊക്കേഷനായി മാറിയ തൊടുപുഴയിൽ നിരവധി ചിത്രങ്ങൾ ഇതിനോടകം ചിത്രീകരണം പൂർത്തിയായി. മോഹൻലാൽ തരുൺമൂർത്തി ചിത്രം തൊടുപുഴയിൽ ഉടൻ ചിത്രീകരണം ആരംഭിക്കും. പടത്തിനുള്ള സെറ്റിന്റെ നിർമ്മാണം തൊടുപുഴയിൽ പുരോഗമിക്കുന്നു. പോലീസ് സ്റ്റേഷന്റെ മാതൃകയിലാണ് പണികൾ നടക്കുന്നത്. ഇതിനു മുൻപ് ഒരു പോലീസ് സ്റ്റേഷൻ ഷൂട്ടിങ്ങിന് വേണ്ടി തൊടുപുഴയിൽ പണിതത് ദൃശ്യത്തിന് വേണ്ടിയായിരുന്നു. മികച്ച വിജയം നേടിയ തുടരും മോഹൻലാൽ ചെയ്തതും തൊടുപുഴയിലാണ്. മലയാള സിനിമയുടെ ഭാഗ്യ ലൊക്കേഷനായി മാറിയ തൊടുപുഴയിൽ നിരവധി ചിത്രങ്ങൾ ഇതിനോടകം ചിത്രീകരണം പൂർത്തിയായി. ടൊവിനോ തോമസ് നായകനായ പള്ളിച്ചട്ടമ്പി, ജയസൂര്യ നായകനാകുന്ന ആട് 3 എന്നിവയാണ് ഉടൻ റിലീസാകുന്ന ചിത്രങ്ങൾ. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മുട്ടം തൊടുപുഴ റോഡിൽ ഒളമരത്തിന് സമീപം ടാർ ബോയിലർ ഉപേക്ഷിക്കപ്പെട്ട നിലയിലെന്ന് പരാതി. റോഡിന്റെ വശത്തായി ഇത് കിടക്കാൻ തുടങ്ങിയിട്ട് നാളുകളായെന്ന് പ്രദേശവാസികൾ പറയുന്നു.
നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന ഈ റോഡിൽ രാത്രികാലങ്ങളിൽ യാത്ര ചെയ്യുന്നവർ ഇതിലിടിച്ച് അപകടത്തിൽപ്പെടാനുള്ള സാധ്യത ഏറെയാണ്. എത്രയും പെട്ടെന്ന് ഇത് ഇവിടെ നിന്നും എടുത്തു മാറ്റിയില്ലെങ്കിൽ വലിയ അപകടങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്നും നാട്ടുകാർ പറയുന്നു. ജനുവരി 24-ന് തൊടുപുഴ ഉറങ്ങുന്നില്ല. 5% മുതൽ 50% വരെ വിലക്കുറവും വമ്പൻ ഓഫറുകളുമായി തൊടുപുഴയിൽ മെഗാ നൈറ്റ് സെയിൽ നടക്കുന്നു. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ നേതൃത്വം നൽകുന്ന തൊടുപുഴയിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളും ഇതിന്റെ ഭാഗമാകും. മെഡിക്കൽ സ്റ്റോറുകൾ, തുണിക്കടകൾ, ഷൂമാർട്ടുകൾ, ഹോട്ടലുകൾ, മൊബൈൽ ഷോപ്പുകൾ എന്നിവ നൈറ്റ് സെയിലിന്റെ ഭാഗമാകും. തൊടുപുഴ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഷോപ്പിംഗ് ഉത്സവത്തിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നതായി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണിയിൽ, സെക്രട്ടറി CK നവാസ് എന്നിവർ അറിയിച്ചു. ഇടുക്കി ജില്ലാ കമ്മിറ്റി വ്യാപാരം ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വ്യാപാരോത്സവം എന്ന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനോടനുബന്ധിച്ച് തൊടുപുഴ മർച്ചൻ്റ് അസോസിയേഷൻ ഈ വരുന്ന 24-ാം തീയതി തൊടുപുഴ ഉറങ്ങുന്നില്ല എന്ന ആശയവുമായി വ്യാപാരോത്സവം നൈറ്റ് സെയിൽ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് മൊബൈൽ കടക്കാർ, ടെക്സ്റ്റൈല്, അതുപോലെ തന്നെ മരുന്ന് കടകൾ, ഹോട്ടലുകൾ, അതുപോലെ വിവിധ മേഖലയിലുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട്. തണൽ എന്ന് പറഞ്ഞ മരുന്ന് കട മേടിച്ച വിലയ്ക്ക് തന്നെ മരുന്ന് കൊടുക്കാൻ അവർ സന്നദ്ധമാണ് അന്നത്തെ ദിവസം. അതുപോലെ 5% മുതൽ 50% വരെ ഡിസ്കൗണ്ട് ഈ സമയത്ത് അനുവദിക്കുന്നതാണ്. രാത്രി മുഴുവൻ കച്ചവടവും നടക്കുന്ന രീതിയിലാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. മെയിൻ കടകളായിട്ടുള്ള മഹാറാണി, ഇമ്പൾസ് മൊബൈൽ കട, അതുപോലെ തന്നെ മങ്ങാട്ടുകോലുള്ള കടകൾ, വെങ്ങലൂരുള്ള കടകൾ, ഇങ്ങനെ മുഴുവൻ സ്ഥാപനങ്ങളും തുറന്ന് പ്രവർത്തിക്കും എന്നുള്ളതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ജനുവരി 24-ാം തീയതി നൈറ്റ് സെയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തൊടുപുഴയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഇതുമായി സഹകരിക്കാം എന്ന് ഞങ്ങൾക്ക് വാക്ക് തന്നിട്ടുണ്ട്. ക്രിസ്റ്റൽ ഹൈപ്പർ മാർക്കറ്റ്, മഹാറാണി, ഇമ്പൾസ് മൊബൈൽസ് തുടങ്ങി ചെരുപ്പ് കടകൾ, തുണിക്കടകൾ, അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോറുകൾ, ഹോട്ടലുകൾ എല്ലാം ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് വരികയാണ്. വ്യാപാരോത്സവം സമ്മാന പദ്ധതിയിലെ 1ാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ കാറാണ്. കൂടാതെ 5 നിയോജകമണ്ഡലങ്ങളിലും 5 ആൾട്ടോ കാറുകൾ, കൂടാതെ ഫ്രിഡ്ജ്, TV, വാഷിംഗ് മെഷീൻ തുടങ്ങിയ നിരവധിയായ സമ്മാനങ്ങൾ, 1 കോടിയിൽ പരം സമ്മാനങ്ങളുമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എല്ലാ വ്യാപാരികളും സമ്മാന കൂപ്പണുകൾ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ചോദിച്ച് വാങ്ങണം എന്നുകൂടി അറിയിക്കുന്നു. പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായി പഠനോപകരണ നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ഗവൺമെന്റ് TTI പ്രിൻസിപ്പൽ PS ഷിയാസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങാമറ്റം അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ TB സന്തോഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. ഹെഡ് മിസ്ട്രസ് സഫീനയെ മുഖ്യ പ്രഭാഷണം നടത്തി. ശില്പശാലയിലൂടെ വിവിധതരം പാവകൾ, ജീവികളുടെ മുഖംമൂടികൾ, പൂക്കൾ, കട്ടൌട്ടുകൾ, സംഖ്യാ കാർഡുകൾ എന്നിവ നിർമ്മിച്ചു. സമഗ്ര ശിക്ഷ കേരളയുടെ സഹായത്തോടെ പേഴയ്ക്കാപ്പള്ളി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടപ്പിലാക്കുന്ന വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായി പ്രീ പ്രൈമറി കുട്ടികളിൽ പഠന ലക്ഷ്യങ്ങൾ ഉറപ്പിക്കുന്നതിന്റെ ഭാഗമായി പഠനോപകരണ നിർമ്മാണ ശില്പശാല സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ഗവൺമെന്റ് TTI പ്രിൻസിപ്പൽ PS ഷിയാസ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു. അറിവ് ആർജിക്കേണ്ട കുട്ടികൾ നമ്മൾ അറിവ് നിർമ്മിക്കാൻ അവസരം കൊടുക്കുകയാണ് ക്ലാസ്സിനകത്ത്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അറിവ് നിർമ്മിക്കുക എന്നുള്ളത് കേവലം അധ്യാപകന്റെ പാഠപുസ്തകത്തിൽ നിന്ന് അടർന്നു വീഴുന്ന വാക്കുകളിൽ മാത്രമായിരുന്നു. സാറ് പഠിപ്പിക്കും, സാറ് പറയും, ഞങ്ങളത് കേട്ടിരിക്കും, സാറ് വരെ നോട്ട് എഴുതും, അത് വീട്ടിൽ പോയി പഠിക്കും, അത് പിറ്റേ ദിവസം പരീക്ഷയ്ക്ക് ക്ലാസ്സിൽ എഴുതും, ക്ലാസ്സിൽ 1, 2, 3 അല്ലെങ്കിൽ കുറയുന്നെങ്കിലും 1ാം സ്ഥാനമെങ്കിലും വാങ്ങും. ഇതാണ് നമ്മുടെ അധ്യാപന വൃത്തിയിൽ നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഈ പുതിയ പാഠ്യപദ്ധതി പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ കാണേണ്ടതും അറിയേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമായ ആശയം എന്ന് പറയുന്നത് അതല്ല. ഓരോ കുട്ടികൾക്ക് ഓരോ അനുഭവങ്ങളായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. ഓരോ ക്ലാസ്സുകളും നമുക്ക് അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയണം. ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന അധ്യാപകന് തോന്നണം, എന്റെ ക്ലാസ് നന്നായിട്ട് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു, എന്റെ കുട്ടികൾക്ക് ഞാൻ പഠിപ്പിച്ചത് കിട്ടി എന്ന് തോന്നാത്തിടത്തോളം കാലം ആ അധ്യാപകൻ ഒരിക്കലും ഒരു നല്ല അധ്യാപകനാവില്ല. ഒപ്പം കുട്ടികൾക്ക് തോന്നണം, ഞാൻ ആ ക്ലാസ് സാറിന്റെ ക്ലാസ് കേട്ടിരിക്കുകയും എനിക്ക് പുതുതായിട്ട് അറിവ് ലഭിച്ചു എന്ന് തോന്നാത്തിടത്തോളം കാലം ആ കുട്ടിയും നല്ലൊരു വിദ്യാർത്ഥിയുമാകുന്നില്ല.
PTA പ്രസിഡന്റ് ഫൈസൽ മുണ്ടങ്ങാമറ്റം അധ്യക്ഷത വഹിച്ചു. മൂവാറ്റുപുഴ ഗവൺമെന്റ് TTIയിലെ അധ്യാപക വിദ്യാർത്ഥികളുടെയും സ്കൂളിലെ രക്ഷിതാക്കളുടെയും സഹകരണത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സ്പെഷ്യലിസ്റ്റ് അധ്യാപകരായ ശ്രീജ സുനിൽ, അനീറ്റ ജോയി എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. പ്രീ പ്രൈമറി കുട്ടികൾക്ക് പാഠഭാഗങ്ങൾ വിനിമയം ചെയ്യുമ്പോൾ കരുതേണ്ട പഠന സാമഗ്രികളാണ് ശില്പശാലയിലൂടെ നിർമ്മിച്ചെടുത്തത്. നിർമ്മിച്ച പഠനോപകരണങ്ങളുടെ അക്കാദമിക സാധ്യതകളും പങ്കുവച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ TB സന്തോഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. ഹെഡ് മിസ്ട്രസ് സഫീന A മുഖ്യപ്രഭാഷണം നടത്തി. അധ്യാപകരായ രേഖ MR, നൌഫൽ KM, ജമീല KM, സുൽഫത്ത് KK എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ശില്പശാലയിലൂടെ വിവിധതരം പാവകൾ, വിവിധ ജീവികളുടെ മുഖംമൂടികൾ, പലതരം പൂക്കൾ, കട്ടൌട്ടുകൾ, സംഖ്യാ കാർഡുകൾ എന്നിവ നിർമ്മിച്ചു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യയെന്നും അവരുടെ കർമ്മശേഷി രാജ്യ പുരോഗതിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്നും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. മേര യുവഭാരത് ഇടുക്കിയും ജില്ലാ യൂത്ത് ക്ലബും ചേർന്ന് തൊടുപുഴ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ വെച്ച് നടത്തിയ ജില്ലാ യുവജന ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TA സ്റ്റീഫൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും പ്രഭാഷകനുമായ CA ശശിധരൻ നായർ മുഖ്യ പ്രഭാഷണം നടത്തി. നിരവധി വ്യക്തികൾ പങ്കെടുത്തു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുള്ള രാജ്യമാണ് ഇന്ത്യയെന്നും അവരുടെ കർമ്മശേഷി രാജ്യപുരോഗതിക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്നും അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ആവശ്യപ്പെട്ടു. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ കാര്യശേഷിയുള്ളവരാക്കാൻ മേര യുവഭാരത് നടത്തുന്ന ശ്രമങ്ങൾ ശ്ലാഘനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. മേര യുവഭാരത് ഇടുക്കിയും ജില്ലാ യൂത്ത് ക്ലബും ചേർന്ന് തൊടുപുഴ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ വെച്ച് നടത്തിയ ജില്ലാ യുവജന ദിനാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകത്തെ നിയന്ത്രിക്കുന്ന ഒരു സാമ്പത്തിക ശക്തിയായി നമ്മൾ മാറാൻ പോകുന്നു എന്നൊക്കെയുള്ള കണ്ടെത്തലുകളും വിലയിരുത്തലുകളും പ്രത്യേകിച്ചും സാമ്പത്തിക രംഗത്ത് വലിയ ഉയർച്ചയാണ് നമ്മുടെ രാജ്യത്തിന് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതിന്റെ എല്ലാം അടിസ്ഥാനം ഇത്രയും വരുന്ന ചെറുപ്പക്കാരുടെ അധ്വാനം ആണ്. അവരുടെ കാര്യശേഷിയും കർമ്മശേഷിയും നാടിനു വേണ്ടി പ്രയോജനപ്പെടുത്തുമ്പോഴാണ് എന്നുള്ളത് സംശയമില്ല. ഓരോ മേഖലകളിലാണ്. അപ്പോ വിവിധങ്ങളായ തലങ്ങളിൽ ഭരണ നേതൃരംഗത്ത്, അതോടൊപ്പം തന്നെ പൊതുകാര്യങ്ങളിൽ, അതോടൊപ്പം തന്നെ എല്ലാ രംഗത്തും കർമ്മ മേഖലകളിൽ എല്ലായിടത്തും നമ്മുടെ ചെറുപ്പക്കാരുടെ കാര്യശേഷിയും കർമ്മശേഷിയും നല്ല വിധത്തിൽ പ്രയോജനപ്പെടുത്തുക എന്നുള്ള വിശാല ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്ത് പടിപടിയായി വന്നുകൊണ്ടിരിക്കുകയും ഇപ്പോൾ ഏതാണ്ട് അതിൻ്റെതായ ഒരു സാച്ചുറേഷൻ നിലവാരത്തിലേക്ക് എത്തിപ്പെടുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നു നിൽക്കുന്ന ഒരു സ്ഥിതിയാണ്. അപ്പോ മൂല്യാധിഷ്ഠിതമായ ഒരു സമൂഹത്തെ, യുവത്വത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും ക്രിയേറ്റീവായിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഇവിടെ നെഹ്റു യുവകേന്ദ്രയുടെ ഈ അല്ലെങ്കിൽ മേര യുവഭാരതിന്റെ ഒക്കെ നേതൃത്വത്തിലുള്ള ഈ വിധത്തിലുള്ള പരിപാടികൾ എന്ന് മാത്രമേ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സ്റ്റീഫൻ TA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും പ്രഭാഷകനുമായ CA ശശിധരൻ നായർ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് ലീല ചാക്കോച്ചൻ, കോളേജ് സ്റ്റാഫ് സെക്രട്ടറി ശ്രീജിത്ത് K നായർ, ജില്ലാ യൂത്ത് ക്ലബ്ബ് ട്രഷറർ AP മുഹമ്മദ് ബഷീർ എന്നിവർ ആശംസകൾ നേർന്നു. കോളേജ് യൂണിയൻ ചെയർമാൻ സഞ്ജീവ് V നന്ദി രേഖപ്പെടുത്തി. ഇതോടനുബന്ധിച്ച് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടത്തി. 100ഓളം യുവജനങ്ങൾ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്നും മൂന്നാർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഭാഗത്തേക്കുള്ള റോഡിലെ പാലം പുതുക്കി നിർമ്മിക്കാൻ നടപടി വേണമെന്ന ആവശ്യം മുറുകുന്നു. ഈ പാലത്തിന്റെയും റോഡിന്റെയും വീതിക്കുറവ് തിരക്കേറുമ്പോൾ മൂന്നാർ ടൗണിൽ ഗതാഗത കുരുക്കിന് ഇടയാക്കുന്ന കാരണങ്ങളിൽ ഒന്നായ സാഹചര്യത്തിലാണ് ആവശ്യം ഉയർന്നിട്ടുള്ളത്. ദിവസവും 100 കണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി കടന്നുപോകുന്നത്. മൂന്നാർ ടൗണിൽ ഗതാഗത കുരുക്കിനുള്ള കാരണങ്ങൾ പലതാണ്. അതിലൊരു കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് മൂന്നാർ പോലീസ് സ്റ്റേഷന് സമീപത്ത് നിന്നും മൂന്നാർ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഭാഗത്തേക്കുള്ള റോഡിന്റെയും പാലത്തിന്റെയും വീതി കുറവാണ്. വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച പാലമാണ് ഇത്. വലിയ വാഹനം പാലത്തിൽ കയറിയാൽ ഒരേ സമയം മറ്റു വാഹനങ്ങൾക്ക് പാലത്തിലൂടെ കടന്നുപോകാൻ കഴിയില്ല. ഇതോടെ പാലത്തിന് ഇരുവശവും റോഡിൽ വാഹനങ്ങൾ കുരുങ്ങും. ഇപ്പോഴുള്ള പാലത്തിന് തൊട്ടുചേർന്ന് നീളവും വീതിയും വർദ്ധിപ്പിച്ച് പുതിയ പാലം നിർമ്മിച്ചാൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാനാകുമെന്ന വാദമുയരുന്നു. ഈ പാലം പഴയ പാലമാണ്. ഈ പഴയ പാലം പണ്ട് കാലത്തിൽ ഇട്ടതാ. അപ്പോൾ ഇവിടെ വരുന്ന ഗസ്റ്റ് എല്ലാവരും ഇതിന് പോകാൻ വേണ്ടി വരുമ്പോൾ ഇവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റുകാർ, പോലീസുകാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വിടുമ്പോൾ ഇവിടെ ആൾക്കാർ കുറവാണ് ഡിപ്പാർട്ട്മെൻറ്റിലും. ഇങ്ങനെ ഇതിന് ഒരു പഴയ പാലത്തിന് ഇച്ചിരി വലിയതാക്കിയാൽ മതി.
വലുതാക്കിയാൽ അതിനെ അങ്ങോട്ട് ധാരാളമായിട്ട് പോവാം. അന്ന് ഒരു ദിവസം ഇവിടെ ഒരു മോൻ തമിഴ്നാട്ടിൽ നിന്ന് വന്നവന് സ്കിട്ടായി അവന് എല്ലാം തേഞ്ഞ് പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുപോയി GH-ലാക്കി ഇതാക്കിയത്. അപ്പോൾ ഇതിനെ ആദ്യം വരുന്ന ടൂറിസ്റ്റുകാർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും താമസിച്ച് ഇരിക്കുന്നവർക്കും ഈ പാലത്തെ പണിഞ്ഞു കൊടുക്കണം ഞാൻ ഇത് ആശ്വാസത്തോടെ പറയുകയാണ്. ദേശീയപാതയിൽ നിന്നും എളുപ്പത്തിൽ ടൗണിൽ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഭാഗത്തേക്ക് എത്താനുള്ള പാലവും റോഡുമാണ് ഇത്. ദിവസവും നൂറുകണക്കിന് വാഹനങ്ങൾ ഇതുവഴി കടന്നുപോകുന്നു. പാലത്തിനൊപ്പം തുടർന്നു വരുന്ന റോഡിന്റെയും വീതി വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം നിലനിൽക്കുന്നുണ്ട്. മൂന്നാർ ടൗണിലെത്തുന്ന വിനോദസഞ്ചാരികൾ ദേവികുളം ഗ്യാപ് റോഡ് ഭാഗത്തേക്ക് ഈ റോഡിലൂടെയും പാലത്തിലൂടെയുമാണ് ദേശീയപാതയിലേക്ക് പ്രവേശിക്കുന്നത്. പാലത്തിനോട് ചേർന്നുള്ള സുരക്ഷാവേലിയുടെ ഭാഗം കാലപ്പഴക്കത്താലും വാഹനങ്ങൾ ഇടിച്ചുമൊക്കെ തകർന്നിട്ടുള്ള സ്ഥിതിയുമുണ്ട്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ പള്ളിക്ക് എല്ലാമായ നാസർ ഹമീദ് വിടവാങ്ങി. തൊടുപുഴയിലെ മതേതരത്വ മുഖമായിരുന്നു നാസർ. നാസറിന്റെ വിയോഗത്തിൽ ദുഃഖാർതരായ നിരവധി പേരാണ് അവസാനമായി ഒരു നോക്ക് കാണുവാനായി എത്തിയത്. ഞാൻ സ്നേഹിക്കും പോലെ എല്ലാ മതക്കാരെയും ഒരുപോലെ സ്നേഹിക്കണം. മുസ്ലിം ആണെങ്കിൽ അവൻ എല്ലാ മതക്കാരും സ്നേഹിക്കണം. ക്രിസ്ത്യാനി ആണെങ്കിൽ അവരെല്ലാ മതക്കാരും സ്നേഹിക്കണം. ഹിന്ദു ആണെങ്കിൽ എല്ലാ മതക്കാരും സ്നേഹിക്കണം. സ്നേഹമാണ് വരുന്നത്. തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ എല്ലാമായിരുന്ന നാസർ ഹമീദ് തൊടുപുഴ മാർക്കറ്റിൽ പച്ചക്കറി കച്ചവടം നടത്തുകയായിരുന്നു. തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയുടെ കുരിശുപള്ളിക്ക് സമീപമായിരുന്നു കച്ചവടം. അന്നു മുതലേ പള്ളിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന നാസർ 2019 തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ പള്ളിയിൽ പൂർണ്ണസമയം ജോലിക്കാരനാവുന്നത്. അന്നു മുതൽ പള്ളിയുടെ എല്ലാമായിരുന്നു അദ്ദേഹം. ജനത്തിന് വലിയൊരു ഉൾക്കാഴ്ച നൽകുന്ന പ്രവൃത്തിയാണ് അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിരുന്നതെന്നും അദ്ദേഹത്തിന്റെ വേർപാടിൽ ഇടവകയുടെ അനുശോചനം അറിയിക്കുകയാണെന്നും തൊടുപുഴ സെന്റ് മേരീസ് യാക്കോബായ പള്ളി കൈക്കാരൻ ജോയി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ സേവനങ്ങൾ ഓരോ ഇടവകക്കാർക്കും ഓരോ ദിവസവും അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വളരെയധികം മനസ്സിൽ പതിഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഈ പ്രവർത്തനങ്ങൾ മതേതരമായ കാഴ്ചപ്പാടിൽ വിശ്വസിക്കുന്നവർക്കും ജനങ്ങൾക്കും വലിയൊരു ഉൾക്കാഴ്ച തന്നെ ഉണ്ടാകേണ്ട കാര്യങ്ങളാണ്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരാളെ നമുക്ക് നഷ്ടപ്പെട്ടതിൽ ഈ ഇടവക ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഞങ്ങൾ കമ്മിറ്റി ഉൾപ്പെടുന്ന ഈ മാനയം കമ്മിറ്റിക്ക് അവരുടെ ഞങ്ങളുടെ അഗാധമായ ദുഃഖം അനുശോചനവും ഈ സമയത്തിൽ രേഖപ്പെടുത്തുന്നു. ഇടവകയ്ക്ക് വേണ്ടി മുൻ ട്രസ്റ്റി ബെന്നി ഏലിയാസ് ഉൾപ്പെടെയുള്ളവരും അനുശോചനം അറിയിച്ചു. നമ്മുടെ പള്ളിയിൽ നാസർ കഴിഞ്ഞ 2001 കാലഘട്ടം മുതൽ മാർക്കറ്റിലുള്ള കുരിശുപള്ളിക്കൽ പള്ളി ഭരണസമിതിയുടെ അനുവാദത്തോടു കൂടി അവിടെ അദ്ദേഹം റെഡിമെയ്ഡ് കച്ചവടം ചെയ്തു വരികയും കൂടാതെ അതിനുശേഷം പച്ചക്കറി കച്ചവടവുമായിട്ട് നമ്മുടെ കുരിശുപള്ളിയുടെ ഫ്രണ്ടിൽ ചെയ്തു വരികയായിരുന്നു. 2019 ശേഷം അദ്ദേഹം ആ കച്ചവടം അവസാനിപ്പിച്ചതിന് ശേഷം നമ്മുടെ പള്ളിയിലെ ഒരു പൂർണ്ണമായി ഒരു ഇടവകയിൽ വേണ്ട എല്ലാ ജോലികളും ചെയ്യുവാൻ സന്നദ്ധത അറിയിച്ച് ഭരണസമിതിയോട് പറയുകയും അപ്രകാരം അദ്ദേഹത്തെ ഭരണസമിതി ആ പള്ളിയുടെ ചുമതലകൾ ജോലി സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് അദ്ദേഹത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടുള്ള സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയുടെ ഇടവകയുടെ എല്ലാ രീതിയിലുള്ള എല്ലാ ഇടവക അംഗങ്ങളുടെയും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഷാഹിനിയാണ് നാസറിന്റെ ഭാര്യ. മക്കൾ ഭീമ, ബാദുഷ, ബാസിം. സംസ്കാരം നടത്തി. ജീവിതത്തിന്റെ വിവിധ തുറകളിലുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. മതങ്ങൾ എന്ന വേർതിരിവ് പാടില്ല. എല്ലാവരും പരസ്പരം സ്നേഹിക്കണമെന്ന് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന നാസർ വിടവാങ്ങുന്നത് തൊടുപുഴയ്ക്ക് തീരാ നഷ്ടമാണ്. മനുഷ്യൻ ഒരാൾക്ക് ബ്ലഡ് വേണമെങ്കിൽ രക്തം വേണമെങ്കിൽ അത് ജാതിയുണ്ടോ? ഇല്ല.
ക്രിസ്ത്യാനി രക്തം മുസ്ലിമിന് പറ്റും, മുസ്ലിം ക്രിസ്ത്യാനി പറ്റും. അവിടെ ജാതിയില്ല. നമ്മൾ ഈ ലോകത്തോട് പിറന്നു വീണ് വന്നത് മനുഷ്യരായിട്ടാണ്. ജാതിയും മതം തിരിക്കുന്നത് നമ്മുടെ അടിസ്ഥാനം വെച്ചാണ്. നമ്മൾ ഇപ്പം ഞാൻ ഇസ്ലാം മതം വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ഇസ്ലാമോട് ജീവിച്ചു, ഇസ്ലാമോട് ജീവിക്കുന്നു, ഇസ്ലാമോട് മരിക്കുന്നു. ഇത് നമ്മുടെ ഈ പള്ളിയോട് ചില പൂർവ്വം ബഹുമാനമൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിവിടെ എന്ന് ഞാനാക്കിയത് ഈ പള്ളിയാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരള കോൺഗ്രസ് എം ഇടതിനൊപ്പമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ച പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ വജ്ര ജൂബിലി വർഷത്തിൽ 7ാമത് സംസ്ഥാന കലാമേള ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ ജനുവരി 17, 18 തീയതികളിലായി സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വാഴക്കുളം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സെന്റ് ജോർജ് ആശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ആരംഭിച്ചിട്ടുള്ള വാഴക്കുളം സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ നടത്തിപ്പിനാവശ്യമായ ധനശേഖരണാർത്ഥം ചായ് കാർണിവൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തോട്ടം മേഖല പൊങ്കൽ ആഘോഷത്തിൽ 4 ദിവസം നീളുന്ന ആഘോഷത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. ഇടുക്കിയിൽ തമിഴ് വംശർ കൂടുതലായി താമസിക്കുന്ന ഏലപ്പാറ, പാമ്പനാർ, വണ്ടിപ്പെരിയ പ്രദേശത്തെ തോട്ടം മേഖലയിലാണ് പൊങ്കൽ ആഘോഷമാക്കുന്നത്. തൊടുപുഴ വണ്ണപ്പുറ റൂട്ടിൽ വണ്ടമറ്റം പാലത്തിന്റെ കൽക്കെട്ടിന്റെ ചുവടിളകിയ നിലയിലെന്ന് പരാതി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.